ഹായ് ദിസ് ഇസ് ടോയിലർ, വെൽക്കം ടു അനദർ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നത് CB350യുടെ എൻജിനെ പറ്റിയിട്ടാണ്. ഇതിൻ്റെ ഒരു ചെറിയൊരു റിവ്യൂ, ഇതുവരെയുള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസ് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. സോ ഇതുവരെയുള്ളൊരു എക്സ്പീരിയൻസ് നിങ്ങളുമായിട്ട് പറയാം. ബേസിക്കായിട്ട് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ലോങ് സ്ട്രോക്ക് സിംഗിൾ സിലിണ്ടർ എയർ കൂൾഡ് എൻജിനാണ്. ഏകദേശം 20 bhp പവറാണ്. അതുപോലെ തന്നെ 30 Nm ഓഫ് ടോർക്കുമാണ് ഈ ഒരു എൻജിൻ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതാണ് ഇതിൻ്റെ ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് എന്ന് വേണമെങ്കിൽ പറയാം. ഒരു സിമ്പിൾ ഫോമാറ്റ് ഓഫ് എൻജിനാണ്. ഇതിൻ്റെ കൂടുതലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റോയൽ എൻഫീൽഡുമായിട്ടൊക്കെ കോമ്പീറ്റ് ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു എൻജിനെ ഹോണ്ട ഡിസൈൻ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. ഇതല്ലാതെ തന്നെ ഈ എൻജിന് കുറച്ച് പ്രത്യേകതകളുണ്ട്. പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എൻജിനെ വിളിക്കുന്ന പേരെന്ന് പറയുന്നത് ഓഫ്സെറ്റ് ക്രാങ്ക് ഷാഫ്റ്റ് എൻജിൻ എന്നാണ്. സോ എന്താണ് ഈ ഓഫ്സെറ്റ് ക്രാങ്ക് ഷാഫ്റ്റ് എൻജിൻ ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. സോ നമ്മൾ നോർമൽ എൻജിൻ വെച്ച് നോക്കുമ്പം ഈ ഒരു മോട്ടോർ സൈക്കിളിൻ്റെ എൻജിൻ്റെ ക്രാങ്ക് ഷാഫ്റ്റ് പൊസിഷൻ ചെയ്തിരിക്കുന്നത് ജസ്റ്റ് ഒരു ഓഫ് സെറ്റായിട്ടായിരിക്കും എന്നുള്ളതാണ്. ജസ്റ്റ് ഇതാണ് നമ്മുടെ സിലിണ്ടർ വരുന്നത്. ഇതിൻ്റെ തൊട്ട് താഴെയായിട്ടായിരിക്കും നമ്മുടെ എന്താ പറയുക ക്രാങ്ക് ഷാഫ്റ്റ് ഉണ്ടാകുക. പക്ഷേ ഈ ഒരു വണ്ടിയിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് സ്ലൈറ്റ്ലി ഓഫ് സെറ്റഡ് ആയിട്ടായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ഒരുപാട് എഞ്ചിനീയറിംഗ് പരിപാടിയൊക്കെ ഉണ്ടെങ്കിലും ഇതിൻ്റെ സിമ്പിൾ മെക്കാനിസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സിലിണ്ടർ വാളിൻ്റെ ഉള്ളിലെ ഫ്രിക്ഷൻ ഇത് കുറയ്ക്കുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഈ പവർ സ്ട്രോക്ക് വരുന്ന സമയത്ത് ഫ്രിക്ഷൻ്റെ പിസ്റ്റൻ്റെ വാളിൻ്റെ ഉള്ളിൽ പിസ്റ്റൺ മൂവ് ചെയ്യുന്ന സമയത്ത് ഒരു ഫ്രിക്ഷൻ ഉണ്ടാകുന്നുണ്ട്. അത് ഫ്രിക്ഷൻ ഇത് റിഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ അത് റിഡ്യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ എൻജിൻ കൂടുതൽ എഫിഷ്യൻ്റായിട്ട് വർക്ക് ചെയ്യുന്നുള്ളതാണ്. അപ്പം ബെറ്റർ ആയിട്ടുള്ള പവറും ടോർക്കും ഒക്കെ ഈ ഒരു എൻജിന് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. അപ്പം എൻജിനിൽ നിന്ന് വീലിലേക്കുള്ള പവർ എത്തുന്ന സമയത്ത് ആ ഒരു എഫിഷ്യൻസി ഇത് കൂട്ടുന്നുണ്ടെന്നുള്ള, അപ്പം മൈലേജും അതിനനുസരിച്ച് കൂടുന്നുണ്ട്. അപ്പം എൻജിൻ അത്രത്തോളം സ്ട്രെയിൻസ് ഫ്രീ ആയിട്ടാണ്, സ്ട്രെസ് ഫ്രീ ആയിട്ടാണ് ആക്ച്വലി വർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ഒരു എൻജിൻ കോൺഫിഗറേഷൻ കൊണ്ട് ഇതിൻ്റെ എൻജിൻ്റെ ലൈഫും ഇത് കൂട്ടുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പം ഇതാണ് ഈ ഒരു എന്താ പറയുക ഓഫ്സെറ്റ് ക്രാങ്ക് ഷാഫ്റ്റ് എൻജിൻ്റെ പ്രത്യേകത. ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ടേം കൂടിയാണ് കേട്ടോ. പിന്നീടുള്ള കാര്യം ഇതിൻ്റെ റിഫൈൻമെൻറ്റ് തന്നെയാണ്. അതാണ് എല്ലാവരും പറയുന്ന ഏറ്റവും മികച്ചൊരു കാര്യം. അപ്പോൾ ഇത്രയും ലോങ് സ്ട്രോക്ക് എൻജിനാണ്, അതുപോലെ തന്നെ ഒരു സിംഗിൾ സിലിണ്ടറാണ്. അപ്പം ഓബ്വിയസ്ലി നല്ലപോലെ വൈബ്രേഷൻ ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇതുമായിട്ട് സിമിലർ ആയിട്ടുള്ളൊരു എൻജിനെ പറ്റി ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞുതരാം. വേറെ ഒന്നുമല്ല, നമ്മുടെ പഴയ റോയൽ എൻഫീൽഡിൻ്റെ ട്വിൻ സ്പാർക്ക് എൻജിൻ. സോ ബേസിക്കലി ആ ഒരു എൻജിന് ഏകദേശം സിമിലർ ആയിട്ടുള്ള ബോർ ആൻഡ് സ്ട്രോക്ക് ഫിഗറാണ് ഉണ്ടായിരുന്നത്. ഏകദേശം 90 mm ഓഫ് സ്ട്രോക്കും 70 mm ഓഫ് ബോറുമായിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ ഇതിൻ്റെ സ്ലൈറ്റ്ലി സ്ട്രോക്ക് കൂടുതലാണ്, 19.5 സംതിങ് ആണ്. ബട്ട് ബോർ എന്ന് പറയുന്നത് സിമിലർ ആണ് എന്നുള്ളതാണ്. ആ ഒരു റോയൽ എൻഫീൽഡ് എൻജിൻ എങ്ങനെയായിരുന്നു എന്നുള്ളത് അത് ഓടിച്ചിട്ടുള്ള ആൾക്കാർക്കൊക്കെ അറിയാമെങ്കിൽ അതിൽ നിന്ന് ഇതിലേക്ക് വരുമ്പോൾ മോസ്റ്റ്ലി ചെറിയ സിമിലാരിറ്റി ഉണ്ടെങ്കിൽ പോലും ഇതിൻ്റെ റിഫൈൻമെൻറ്റ് എന്ന് പറയുന്നത് ഒരു രക്ഷയില്ലാത്ത ഒരു സംഗതിയാണെന്നുള്ളതാണ് ഒരു സത്യാവസ്ഥ. അതിനും കാരണമുണ്ട്. അതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഇതിൽ കൊടുത്തിരിക്കുന്ന കൗണ്ടർ ബാലൻസിങ് ഷാഫ്റ്റാണ്. ഒരു കൗണ്ടർ ബാലൻസിങ് ഷാഫ്റ്റും ഒരു കോ ആക്സൽ ഷാഫ്റ്റ്, ഒരു കോ ആക്സൽ ബാലൻസറും ഇതിൽ ഹോണ്ട ആഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഈ ഒരു വണ്ടി വൈബ്രേഷൻ ഫ്രീ ആക്കാനായിട്ട് സാധിക്കുന്നത്. സോ അങ്ങനെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ പരിപാടികൾ ഈ ഒരു എൻജിനിൽ ഹോണ്ട ചെയ്തു വെച്ചിട്ടുണ്ട്. സോ ഒറ്റ നോട്ടത്തിൽ ഒരു നോർമൽ എയർ കൂൾഡ് സിംഗിൾ സിലിണ്ടർ ലോങ് സ്ട്രോക്ക് എൻജിനാണെങ്കിലും അത്യാവശ്യം നല്ല പോലെ എൻജിനീയർ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു വണ്ടിയാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ ഇനി നമുക്ക് ജസ്റ്റ് ഒരു റൈഡ് പോകാം. എന്നിട്ട് ഇതുവരെ ഞാൻ ഈ വണ്ടി ഓടിച്ചിട്ടുള്ള എൻ്റെ ഒരു ചെറിയൊരു എക്സ്പീരിയൻസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. അപ്പോൾ ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വണ്ടിയുടെ എൻജിൻ്റെ പെർഫോമൻസിനെ പറ്റിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഓൺ പേപ്പർ നിങ്ങൾ ഈ വണ്ടി നോക്കിയിട്ട് ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് ഈ വണ്ടി എടുക്കാൻ നോക്കുന്നതെന്നുണ്ടെങ്കിൽ ഇത് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കേസാണെന്ന് വേണമെങ്കിൽ പറയാം. ഇതിൻ്റെ ഓൺ പേപ്പർ പെർഫോമൻസ് ഫിഗേഴ്സ് കണ്ടു കഴിഞ്ഞാൽ വളരെ ഇനിഷ്യലാണ്. ഇതിൻ്റെ ടോർക്ക് എന്ന് പറയുന്നത് ഏകദേശം 3000 RPM ഇതിൻ്റെ ടോർക്ക് ഡെലിവറി ചെയ്യുന്നത്. 5000 RPM ഇതിൻ്റെ പവർ ഫുള്ള് നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ നമ്മൾ നോക്കുന്ന ഒരു വളരെ ഇനിഷ്യൽ പെർഫോമൻസ് ഉള്ളൊരു മോട്ടോർ സൈക്കിളായിട്ടായിരിക്കും നമ്മളിതിനെ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ഇതങ്ങനല്ല. ഇതാണ് ഈ മോട്ടോർ സൈക്കിൾ എന്ന് പറയുന്നത്. വളരെ ലീനിയർ ആയിട്ടുള്ളൊരു പവർ ഡെലിവറിയാണ് ഈ മോട്ടോർ സൈക്കിളിനുള്ളത്, ഈ ഒരു എൻജിനുള്ളത്. അതിൻ്റെ ഒരു
ക്യാരക്ടറാണ് എന്ന് വേണമെങ്കിൽ പറയാം. എല്ലാവർക്കും അത് ഇങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യണമെന്നൊന്നുമില്ല. സോ ബേസിക്കലി നിങ്ങൾ ഈ വണ്ടി എടുക്കാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട വണ്ടി ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുക എന്നുള്ളതാണ്. ഇത് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഈ വണ്ടി എൻജിൻ എങ്ങനെയാണെന്നുള്ളത്. അതിനുശേഷമാണ് ഈ വണ്ടിയിലേക്ക് പോകാവൂ എന്നേ ഞാൻ പറയാറുള്ളൂ. എന്നോട് ആരൊക്കെ ചോദിച്ചാലും ഞാൻ അവരോടൊക്കെ പറയുന്നൊരു കാര്യം ഇത് തന്നെയാണ്. നിങ്ങൾ വണ്ടി ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എടുക്കുക എന്നുള്ളതാണ്. സോ ബേസിക്കലി ഇതിൻ്റെ ഒരു ഇനിഷ്യൽ പവർ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ 3000 RPM വരെ നിങ്ങൾക്ക് ഇതിൻ്റെ ഫുൾ ടോർക്ക് കിട്ടുന്നുണ്ടെങ്കിലും ഇത് വണ്ടി ഒന്ന് ലൈവ്ലി ആയി വരുന്നത് ആക്ച്വലി 3000 RPM-ലാണ് എന്നുള്ളതാണ്. സോ അറൗണ്ട് 3000 to 4000 RPM-ലാണ് ശരിക്കും ഞാൻ വണ്ടി ഒന്ന് എൻഗേജ് ആയി വരുന്നത്. അതുവരെയൊക്കെ വണ്ടിക്ക് ഒരു നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു മടിയൻ സ്വഭാവം ഉണ്ട് എന്നുള്ളത് സത്യാവസ്ഥയാണ്. അത് ഈ വണ്ടിയുടെ ഒരു എൻജിൻ കോൺഫിഗറേഷൻ ആ രീതിയിലായതുകൊണ്ടായിരിക്കും ബേസിക്കലി ബെറ്റർ ആയിട്ടുള്ളൊരു മൈലേജ്, ഫ്യൂവൽ എഫിഷ്യൻസി കിട്ടാൻ വേണ്ടിയിട്ടും പെർഫോമൻസ്, അതുപോലെ ഹൈവേ പെർഫോമൻസ്, അതാണ് എടുത്തു പറയേണ്ടൊരു കാര്യം. വണ്ടിയുടെ ഹൈവേ പെർഫോമൻസ് പ്രത്യേകിച്ച് ഇതുപോലെ ലോങ് സ്ട്രോക്ക് എൻജിൻസ് അത്ര ഹൈവേ പെർഫോമൻസ് പ്രൊവൈഡ് ചെയ്യില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് അതിൻ്റെ ഹയർ RPMs വണ്ടി ഭയങ്കര സ്ട്രെയിൻഫുള്ളായിരിക്കും. അതുപോലെ തന്നെ എൻജിൻ വൈബ്രേഷൻസ് വളരെ കൂടുതലായിരിക്കും. ഈ ഒരു വണ്ടിയുടെ കേസ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹൈവേയിലേക്ക് കയറി കഴിഞ്ഞാൽ വണ്ടി വേറെ ലെവൽ തന്നെയാണെന്നുള്ളത്. എനിക്കൊന്നൊരു ഈ ഒരു ലോങ് സ്ട്രോക്ക് സിംഗിൾ സിലിണ്ടറിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ഹൈവേ ക്രൂസിങ് ക്യാപ്പബിലിറ്റി ഉള്ളൊരു വണ്ടി തന്നെയാണ് CB350. അറൗണ്ട് 100-120 ഒക്കെ ഈസി ആയിട്ട് ഈ വണ്ടിയിൽ നമുക്ക് പോകാനായിട്ട് പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പം ഈ എൻജിനെ ട്യൂൺ ചെയ്ത് വെച്ചിരിക്കുന്ന അതേ ഒരു കണ്ടീഷൻസിന് കൂടുതൽ പ്രിഫർ ചെയ്യുന്ന രീതിയിലാണ്. പ്രത്യേകിച്ച് ഫ്ലാറ്റ് റോഡ് കണ്ടീഷൻസ്, ആ ഒരു കണ്ടീഷൻ വരുന്ന സമയത്ത് വണ്ടി നല്ല പെർഫോമൻസാണ്. ഇനി ഒരുപാട് പേരുടെ ഒരു സംശയമാണ് വണ്ടി കയറ്റം വലിക്കുന്നില്ല എന്നുള്ളത്. സോ ബേസിക്കലി ഇപ്പോൾ ഞാൻ സെക്കൻഡ് ഗിയറിലാണ്, ഇപ്പോൾ ഞാൻ തേർഡ് ഗിയറിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഫോർത്ത് ഗിയറിലാണ് കിടക്കുന്നത്. ഇപ്പോൾ നോർമൽ അത്ര കയറ്റമൊന്നുമല്ല ശരിക്കും പറഞ്ഞാൽ. ഇത് വണ്ടി വലിക്കുന്നുണ്ട്, ഇത് വളരെ ചെറിയൊരു കയറ്റമാണ്. പക്ഷേ ഗോപ്രോയിൽ ഇത് എത്രത്തോളം കാണുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ വണ്ടി അത്യാവശ്യം നല്ലപോലെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബേസിക്കലി ഇതിൻ്റെ ലോങ് ഗിയർ റേഷ്യോ കൊണ്ട് തന്നെയാണ് കേട്ടോ. ഈ വണ്ടി സെറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു ലോങ് ഗിയർ റേഷ്യോ സെറ്റപ്പിലാണ്. അപ്പം അത് നോർമൽ ഉള്ള വണ്ടികളിൽ കാണും. നമ്മൾ സാധാരണ നിങ്ങളൊരു കമ്മ്യൂട്ടർ CC വണ്ടിയിൽ നിന്ന് ഇതിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുകയാണെന്നൊക്കെ വിചാരിക്കുക. ഈവൻ ദോ നിങ്ങൾക്ക് ഈ വണ്ടിയിൽ ഈ ഒരു ഗിയർ റേഷ്യോ നിങ്ങൾക്ക് കുറച്ച് അൺയൂഷ്വലായിട്ട് തന്നെ ഫീൽ ചെയ്യും എന്നുള്ളതാണ് സത്യാവസ്ഥ. ഇതിൻ്റെ 5th ഗിയർ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ടോളാണെന്നുള്ളതാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് മോസ്റ്റ്ലി യൂസ് ചെയ്യാൻ പറ്റുന്നത് ഓൺ ഹൈവേസിൽ തന്നെയാണ്. സോ അതാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്, ഇതൊരു മോസ്റ്റ്ലി ഒരു ഹൈവേ പെർഫോമൻസ് ഉള്ളൊരു വണ്ടിയാണ് ഇതെന്നുള്ളത്. അതേസമയം നിങ്ങൾക്ക് സിറ്റി റോഡ് കണ്ടീഷൻസിലേക്ക് വന്ന സമയത്ത് നിങ്ങൾക്ക് ഗിയർ ഡൗൺ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്, മൾട്ടിപ്പിൾ ഗിയർ ഷിഫ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അത് കുറച്ചൊന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ വണ്ടി വാങ്ങിയ സമയത്ത് എനിക്കിത് കുറച്ചൊരു അൺയൂഷ്വലായിട്ട് ഫീൽ ചെയ്തു എങ്കിലും പിന്നീട് ഞാനത് യൂസ്ഡ് ആയി, വളരെ പെട്ടെന്ന് തന്നെ അതിനായിട്ട് അഡാപ്റ്റ് ആയി. കാരണം ഗിയർ ഷിഫ്റ്റ് ഭയങ്കര സ്മൂത്താണ്, സ്ലിപ്പർ ക്ലച്ച് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിലൊന്നും വലിയ പ്രശ്നമൊന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. അതൊരു പ്രശ്നമാകുന്നത് എനിക്ക് കുറച്ച് ഇഷ്യൂ ആയിട്ട് തോന്നാറില്ല, പ്രത്യേകിച്ച് നമ്മൾ ഓവർടേക്കൊക്കെ ചെയ്യുന്ന സമയത്താണ്. ഓവർടേക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ച് പവർ വേണമെന്ന് തോന്നും. പക്ഷെ നമ്മൾ കൈ കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി ചിലപ്പം കയറണമെന്നില്ല. വണ്ടി കയറണമെന്നുണ്ടെങ്കിൽ അതേപോലെ 3000 RPM-ലേക്ക് നമ്മൾ കയറ്റി പിടിക്കണം. സോ ഇതാണ് ഈ വണ്ടിയുടെ ഒരു ക്യാരക്ടർ എന്ന് വേണം പറയാറുള്ളത്. അത് ചില ആൾക്കാർക്ക് അത് പോസിറ്റീവായിട്ടും ചിലർക്ക് നെഗറ്റീവായിട്ടും തോന്നും. പലരും ചോദിക്കാറുള്ള കാര്യം വണ്ടി അണ്ടർ പവേർഡ് ആണോ എന്നുള്ളതാണ്. ആക്ച്വലി അണ്ടർ പവേർഡ് അല്ല, അത്യാവശ്യം നല്ല പവറുണ്ട്. കൈ കൊടുത്താൽ വണ്ടി കയറുകയൊക്കെ ചെയ്യും. പക്ഷേ ആശാൻ ഒരു ലീനിയർ ആയിട്ടുള്ളൊരു പെർഫോമൻസാണ് വണ്ടിക്കുള്ളത്. അതാണ് അതിൻ്റെ ഒരു മെയിനായിട്ടുള്ളൊരു പ്രശ്നം എന്ന് വേണമെങ്കിൽ പറയാം. ബട്ട് എനിക്ക് തോന്നുന്നു ഹോണ്ട അത് ആ ഒരു രീതിയിൽ ഈ വണ്ടിയെ മാനേജ് ചെയ്ത് വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, ഹൈവേ ഫ്ലാറ്റ് റോഡ് കണ്ടീഷൻസിലേക്ക് വരുന്ന സമയത്ത് ഈ വണ്ടിയുടെ പെർഫോമൻസ് വളരെ വളരെ ഇമ്പ്രസീവ് ആണെന്നുള്ളതാണ്. ഒരു ഭയങ്കര ഒരു സ്പീഡ്, അങ്ങനെ ഒരുപാട് സ്പീഡ് എടുക്കുന്നൊരു വണ്ടിയല്ല. പക്ഷേ
നിങ്ങൾക്ക് നല്ല രീതിയിൽ ക്രൂസ് ചെയ്ത് പോകാനായിട്ട് പറ്റുന്നുണ്ട് എന്നുള്ളതാണ് ഈ വണ്ടിയുടെ ഒരു വലിയൊരു പ്രത്യേകത എന്നുള്ളതാണ്. നമുക്കൊരു 100 കിലോമീറ്റേഴ്സിലൊക്കെ ഈസി ക്രൂസ് ചെയ്യാൻ പറ്റും, 120. ഓക്കെ. അതേസമയം നിങ്ങൾക്ക് ഓവർടേക്ക് ചെയ്യണം, നിങ്ങൾക്ക് കുറച്ചുകൂടി പവർ വേണം എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതില്ല. സോ ബേസിക്കലി ഈ വണ്ടി മോസ്റ്റ്ലി മിഡ് റേഞ്ച് കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ളൊരു മോട്ടോർ സൈക്കിളാണ്. ഇതിൻ്റെ ലോ എൻഡ് എന്ന് പറയുന്നത് വളരെ ലീനിയറാണ്. ഞാൻ നേരത്തെ പറഞ്ഞ 3000 RPM കഴിയണം എഞ്ചിനൊന്നൊന്ന് വേക്കപ്പായി വരാൻ. ഹയർ RPM അതും ഇതേപോലെ തന്നെ വളരെ ലീനിയറാണ്. അറൗണ്ട് 100 കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടി അങ്ങോട്ട് പതിയെ ആയിരിക്കും 120 ഒക്കെ കയറി വരുന്നത്. അപ്പോൾ അതിനൊരു അത്യാവശ്യം നല്ലൊരു സമയം എടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പം മോസ്റ്റ്ലി ഇതിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞതാണ്, മിഡ് റേഞ്ചിൽ ഇത് ഫുള്ളി മിഡ് റേഞ്ച് മാത്രമാക്കി വെച്ചിരിക്കുന്ന ഒരു വണ്ടിയാണ്. ഇത് എങ്ങോട്ടാണ് തിരിയുന്നത്? എൻ്റെ താങ്ക് യു. മൈലേജിലേക്ക് വന്നു കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ പോയാലും ഞാൻ അത്യാവശ്യം നല്ലപോലെ വണ്ടി യൂസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് അറൗണ്ട് ഒരു 35, ഒരു ആവറേജ് 35 തന്നെയാണ് എനിക്ക് മൈലേജ് കൺസിസ്റ്റൻ്റായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന മൈലേജ് എന്ന് പറയുന്നത്. അതിൽ അറൗണ്ട് ഒരു ഹൈവേയിലേക്ക് വന്നു കഴിഞ്ഞാൽ എനിക്കൊരു 40, 42 ഒക്കെ കിട്ടുന്നുണ്ടായിരുന്നു. അത് അറൗണ്ട് നമ്മളൊരു 80 കിലോമീറ്റർ ഒരു ആവറേജ് സ്പീഡ് എടുത്താൽ തന്നെ, ഈവൻ നിങ്ങളൊരു 100 ഒക്കെ ടച്ച് ചെയ്തു എന്ന് പറഞ്ഞാലും ഒരു 80, 70 ഒക്കെ ആയിരിക്കും ഒരു ആവറേജ് സ്പീഡ് വരുന്നത്. അപ്പോൾ ആ ഒരു സ്പീഡ് വെച്ച് നോക്കുമ്പോൾ ഏകദേശം എനിക്ക് കിട്ടുന്ന മൈലേജ് എന്ന് പറയുന്നത് 40 ആണ്, അല്ലെങ്കിൽ 42 ഒക്കെ കിട്ടുന്നുണ്ട്. സിറ്റി കണ്ടീഷൻസിൽ ആവറേജ് സ്പീഡ് അറൗണ്ട് 50 അല്ലെങ്കിൽ 45 to 50 കിലോമീറ്ററൊക്കെ വേണമെങ്കിൽ പറയാം. അറൗണ്ട് 60 കിലോമീറ്റേഴ്സിലൊക്കെ ആയിരിക്കും നമ്മൾ മാക്സിമം ഒക്കെ ഒരു സിറ്റി കണ്ടീഷൻ ആയതുകൊണ്ട് പോകാറുള്ളൂ. അപ്പോൾ ആ ഒരു കണ്ടീഷൻസിലൊക്കെ വെച്ച് നോക്കുമ്പോൾ ഏകദേശം 35 മൈലേജ് തന്നെ കിട്ടുന്നുണ്ട്. ആൻഡ് ദെൻ ദ റിഫൈൻമെൻറ്റ്, അത് ഞാൻ പറയണോ എന്നെനിക്കറിയത്തില്ല, ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്. ഇത് വൺ ഓഫ് എ ബ്യൂട്ടിഫുൾ റിഫൈൻഡ് എൻജിൻ തന്നെയാണ്. അതാണ് ഈ എൻജിൻ്റെ ഒരു മെയിനായിട്ടുള്ളൊരു കാര്യവും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം തന്നെ. ഞാൻ ഈ കുറച്ചുകൂടി നമ്മൾ പറയുന്ന പോലെ ലിക്വിഡ് കൂൾഡ് ആയിട്ടുള്ള വണ്ടികളൊക്കെ ഉണ്ടല്ലോ, കുറച്ചുകൂടി പെർഫോമൻസ് കാറ്റഗറി വണ്ടികൾ, അതൊക്കെ ഓടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ എന്ന് പറയുമ്പോൾ നമുക്കൊരു ലോ എൻഡിലൊക്കെ നമുക്കൊരു വൈബ്രേഷൻ ഫീൽ ചെയ്യുമ്പോൾ ഹയർ RPM നിങ്ങൾ റിവ്യൂ ചെയ്ത് കയറുമ്പോഴായിരിക്കും നമുക്ക് ആ വൈബ്രേഷൻ പോവുക. അതേസമയം ഇവ നേരെ തിരിച്ച് കുറച്ച് ലോങ് സ്ട്രോക്ക് വണ്ടികളാണെങ്കിൽ അതിൽ നേരെ തിരിച്ചായിരിക്കും. ലോ എൻഡിലൊക്കെ അത്യാവശ്യം റിഫൈൻമെൻറ്റ് ഉണ്ടെങ്കിലും ഹയർ RPMലേക്ക് പോകുമ്പോൾ വളരെ സ്ട്രെയിൻ ആകാൻ തുടങ്ങും. ഈ വണ്ടിയുടെ കാര്യത്തിൽ അങ്ങനെയല്ല, ഇത് കംപ്ലീറ്റ്ലി റിഫൈൻഡ് ആണ്. എല്ലാ RPMലും വണ്ടി ഒരേ വൈബ്രേഷൻ ഉണ്ട്, പക്ഷേ അത് വളരെ മിനിമലായിട്ട് വൈബ്രേഷൻ, അത് വളരെ സട്ടിലാണെന്നുള്ളതാണ്. എനിക്ക് വണ്ടി ഭയങ്കര ലോ RPMൽ ഓടിക്കാനും ഹയർ RPMൽ ഓടിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യം തന്നെയാണെന്നുള്ളതാണ്. ആൻഡ് ദെൻ എൻജിൻ ഹീറ്റ്. അപ്പോൾ എൻജിൻ ഹീറ്റിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ജസ്റ്റ് ഒരു ജീൻസാണ് ഇട്ടിരിക്കുന്നത്, ചെറിയ ഹീറ്റ് അടിക്കുന്നുണ്ട്. അത് അൺയൂഷ്വൽ അല്ല. അത്യാവശ്യം ഞാനിപ്പം പുറത്തിറങ്ങി ഇവിടെ നല്ല ട്രാഫിക് നിങ്ങൾക്ക് കാണാൻ പറ്റും, എത്രത്തോളം ട്രാഫിക് ഉണ്ടെന്നുള്ളത്. സോ ഈ ട്രാഫിക് കണ്ടീഷനിൽ ഞാൻ അത്യാവശ്യം നല്ലപോലെ വണ്ടി ഓടിച്ചിട്ടുണ്ട്. അപ്പം ഇതുവരെയുള്ളൊരു എക്സ്പീരിയൻസിൽ ഹീറ്റുണ്ട്, പക്ഷെ അത് മാനേജബിൾ ഹീറ്റ് മാത്രമാണ് കേട്ടോ. എനിക്ക് എൻജിൻ കോൺഫിഗറേഷൻ്റെ ഒരു പ്രത്യേകത തന്നെയാണത്. കാരണം ഇതൊരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഓഫ്സെറ്റ് ക്രാങ്ക് ഷാഫ്റ്റ് എൻജിനാണ്. സോ അത് ഫ്രിക്ഷൻ കുറയ്ക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ഹീറ്റ് കുറയ്ക്കുന്നുണ്ട്. സോ ബേസിക്കലി അത് നമുക്ക് ഈ വണ്ടിയുടെ പെർഫോമൻസിലും മനസ്സിലാകാൻ സാധിക്കുന്നുണ്ടെന്നുള്ളതാണ്. സോ അത് വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു പരിപാടി തന്നെയാണ് ഹോണ്ട ചെയ്തു വെച്ചിരിക്കുന്നത്. ഇതൊക്കെയാണ് പ്രത്യേകിച്ച് ഈ വണ്ടിയെ പറ്റിയിട്ട് പറയാനുള്ള കാര്യങ്ങൾ. ഓവറോൾ ഞാൻ കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആണ്. തീർച്ചയായിട്ടും നിങ്ങൾ വണ്ടി എടുക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ തീർച്ചയായിട്ടും ഈ വണ്ടി ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുക. ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് മാത്രം നിങ്ങൾ വണ്ടി എടുക്കുക. ഓൺ പേപ്പർ പെർഫോമൻസ് കൊണ്ടിട്ടല്ല നിങ്ങൾ ഈ വണ്ടിയെ ജഡ്ജ് ചെയ്യേണ്ടത്. ആക്ച്വലി നിങ്ങൾ ഈ വണ്ടി ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് മാത്രം നിങ്ങൾ വണ്ടിയെ അപ്രോച്ച് ചെയ്യാമെന്ന് ഞാൻ പറയുള്ളൂ. ഇതുവരെയുള്ള എൻ്റെ ഒരു ഷോർട്ടായിട്ടുള്ളൊരു എക്സ്പീരിയൻസാണ് നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്ത്. സോ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഗുഡ് ബൈ.